إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. ജാഅ റജുലുൻ ഇല നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലിംനി വഔജിസ്, പ്രവാചകരെ എനിക്ക് പഠിപ്പിച്ചു തരൂ, ചുരുക്കി ഒന്ന് ഉപദേശിക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരാൾ പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ആ കാര്യങ്ങളാണ് ചെറിയ രൂപത്തിൽ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, ഇദാ ഖുംത ഫീ സ്വലാതിക് ഫസല്ലി സ്വലാത മുവദ്ദിഅൻ, നീ നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ, നമസ്കാരം നിർവഹിക്കാൻ നിൽക്കുകയാണെങ്കിൽ വിടവാങ്ങുന്നവന്റെ നമസ്കാരം പോലെ നീ നമസ്കരിക്കുക. ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയിൽ നമസ്കരിക്കുക എന്നാണ്. പലപ്പോഴും നമ്മുടെ ആശങ്കയാണ് നമസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ല, ഭയഭക്തി കിട്ടുന്നില്ല എന്നുള്ളത്. പരസ്പരം നമ്മളത് പങ്കുവെക്കാറുണ്ട്. ചിലപ്പോൾ നമസ്കാരം എവിടെ എത്തി എന്ന് സംശയം തോന്നുന്നു നമുക്ക്. ചില സമയത്ത് ഇമാമിന്റെ കൂടെ നമസ്കാരം ആരംഭിക്കുകയും ഇമാം സലാം വീട്ടുമ്പോഴാണ് നമസ്കാരം കഴിഞ്ഞു എന്ന് ബോധം വരുന്നത് പല ആളുകൾക്കും.
ഇതെല്ലാം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്, സംശയം ആശങ്കപ്പെടുന്നതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു പരിഹാരമാണ് പറഞ്ഞത്. ഇദാ ഖുംത ഫീ സ്വലാത്തിക് ഫസല്ലി സ്വലാത്തൽ മുവദ്ദിഅ. മരിക്കാൻ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് നമസ്കരിക്കാൻ നിൽക്കുക, അതുപോലെ നീ നമസ്കരിക്കുക എന്നുള്ളത്. ഇതിന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഇത് ഞാനും നിങ്ങളും പങ്കെടുക്കുന്ന അവസാനത്തെ ജുമുഅയാണ്, ജുമുഅ ജമാഅത്താണ്, അവസാനത്തെ അസ്ർ നമസ്കാരമാണ്, അവസാനത്തെ മഗ്രിബ് നമസ്കാരമാണ്, അവസാനത്തെ ഇശാ നമസ്കാരമാണ്. കാരണം അടുത്ത ഇശാഇന് ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഉണ്ടാകുമോ എന്ന് നിങ്ങൾക്കറിയില്ല. ഇതേപോലെ ഈ രൂപത്തിൽ, ഈ ബോധത്തിൽ, ഈ ധാരണയിൽ, ഈ വിചാരത്തിൽ നമസ്കാരം നിർവഹിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നമസ്കരിക്കുവാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, 4 കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്നാമത്തെ കാര്യം, മടിയന്മാരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ച കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, അത് മുനാഫിഖിന്റെ നമസ്കാരം പോലെയാണ്, മുനാഫിഖിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ്. നിശ്ചയമായും മുനാഫിഖീങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കുന്നു. വഹുവ ഖാദിഉഹും. യഥാർത്ഥത്തിൽ അല്ലാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. വഇദാ ഖാമു ഇലസ്സലാഹ്. നമസ്കാരത്തിലേക്ക് അവർ നിന്നാൽ അതിന്റെ ഒരു ഉദാഹരണം അല്ലാഹു തആല പറയുകയാണ്. വഇദാ ഖാമു ഇലസ്സലാഹ്. നമസ്കാരത്തിലേക്ക് അവർ നിന്നാൽ ഖാമു കുസാല. മടിയന്മാരായിട്ടാണ് അവർ നമസ്കാരം നിർവഹിക്കുക. നമസ്കാരം അവർ നിർവഹിക്കുന്നത് യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാനാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. കുറച്ചു മാത്രമാണ് അവർ അല്ലാഹുവിനെ ഓർക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. മുനാഫിഖിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് നമസ്കാരം മടിയോടെ നിർവഹിക്കുക എന്നുള്ളത്. അതിൽ ഉൾപ്പെടാതിരിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു തആല പറയുന്ന കാര്യം, ഇന്നി മഅകും ലൈൻ അഖംതുമുസ് സ്വലാഹ്. നിങ്ങൾ നമസ്കാരം കൃത്യമായി നിലനിർത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ്. നിങ്ങളുടെ പ്രയാസങ്ങളിൽ, നിങ്ങളുടെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ വിഷമങ്ങളിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ എന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അല്ലാഹു തആല ലംഘിക്കുകയില്ല. ആ ഒരു ബോധത്തിൽ നമ്മൾ നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഭക്തി ലഭിക്കാൻ വേണ്ടി അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുമ്പോഴാണ് അല്ലാഹു തആല നമ്മെ പരിഗണിക്കുക. അല്ലാഹു തആല നമ്മെ പരിഗണിക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ നിങ്ങളെ അല്ലാഹു തആല എങ്ങനെ പരിഗണിക്കാനാണ്? ഭക്തി ലഭിക്കുവാൻ, ഖുശൂ ലഭിക്കുവാൻ അല്ലാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. കാരണം അന്നനബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. അല്ലാഹുവേ, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബഅ. ആർത്തിയടങ്ങാത്ത മനസ്സിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ഇൽമിൻ ലാ യൻഫഅ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും, ധാരാളം അറിവുണ്ട് പക്ഷെ ഉപകാരമില്ല, അത്തരത്തിലുള്ള അറിവിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ഖൗലിൻ ലാ യുസ്മഅ. സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടവൻ, പക്ഷെ ആ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല പല കാരണങ്ങളാലും. ആ കാരണങ്ങൾ വരാതിരിക്കുവാൻ അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൗലിൻ ലാ യുസ്മഅ. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്, അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂ ഹത്താ ലാ തറാ ഫീഹാ ഖാശിഅൻ. ആദ്യം ഈ സമൂഹത്തിൽ നിന്നും ഉയർത്തപ്പെടുന്നത് ഭക്തിയായിരിക്കും, ഭയഭക്തിയായിരിക്കും. ഭക്തിയുള്ള ഒരാളെ പോലും കാണാത്ത വിധം ആളുകളായിത്തീരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അവ്വലു മാ തഫ്ഖിദൂന മിൻ ദീനികും അൽ ഖുശൂ. നിങ്ങളുടെ മതത്തിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്നത് ഭയഭക്തിയായിരിക്കും. വാഖിറു മാ തഫ്ഖിദൂന മിൻ ദീനികും അസ്സലാ. നിങ്ങളുടെ മതത്തിൽ നിന്ന് അവസാനം നഷ്ടപ്പെടുന്നത് നമസ്കാരമായിരിക്കും. വറുബ്ബ മുസല്ലിൻ ലാ ഖൈറ ഫീ. എത്രയെത്ര നമസ്കാരക്കാരുണ്ട്, ആ നമസ്കാരത്തിൽ അവർക്ക് ഒരു ഖൈറുമില്ല, നന്മയുമില്ല. വയൂശികു അൻ തദ്ഖുല മസ്ജിദൽ ജമാഅ ഫലാ തറാ ഫീഹിം ഖാശിഅൻ. എങ്ങനെ, ഏതുപോലെയായി ഒരു പള്ളിയിലേക്ക് നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഖുശൂഉം നിനക്ക് അനുഭവപ്പെടാത്ത, ഒരു ഖുശൂ ഉള്ളവനെയും നിനക്ക് കാണാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യത്തെ ഉപദേശം, നീ നമസ്കരിക്കുകയാണെങ്കിൽ, നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവസാനം ഇതിന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തിൽ, എന്ന ചിന്തയിൽ നമസ്കരിക്കണം എന്നുള്ളതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ തകല്ലം ബികലാമിൻ തഅതദിറു മിൻഹു ഗദാ. നല്ല വാക്ക് സംസാരിക്കണം. സംസാരിക്കുന്ന സമയത്ത് നാളെ ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ വരുന്ന കാര്യങ്ങൾ നീ സംസാരിക്കാതിരിക്കുക. നാളെ ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ വരുന്ന കാര്യങ്ങൾ, നാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നീ നാവ് കൊണ്ട് ചെയ്യാതിരിക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുതുബയിൽ പലപ്പോഴായി നാം കേൾക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി, നിങ്ങൾ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യം, വഖൂലു ഖൗലൻ സദീദ, നല്ല വാക്ക് സംസാരിക്കണം എന്നാണ്. നല്ല വാക്ക് എന്തിനാണ് സംസാരിക്കുന്നത്? യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാവാനാണ്, നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാവാനാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, എന്തിനാണ് നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാകുന്നത്? നിങ്ങളുടെ കർമ്മങ്ങൾ നന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. ഈ രൂപത്തിൽ അല്ലാഹുവിനെ അനുസരിക്കുന്നവർ, വമൻ യുതിഇല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ, ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവർ മഹത്തായ വിജയം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവത്തിലെ മുഖ്യമായിട്ടുള്ള കാര്യം നമ്മുടെ സംസാരമാണ്. അതിലൂടെയാണ് ജനങ്ങൾ നമ്മെ വിലയിരുത്തുന്നത്. ഒരു കാര്യം കേട്ടു മനസ്സിലാക്കിയിട്ടല്ലാതെ എടുത്തുചാടി സംസാരിക്കാൻ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളാണ് തീരുമാനം പറയേണ്ടതെങ്കിൽ കൃത്യമായി ആലോചിച്ച്, നല്ലവണ്ണം ആലോചിച്ച് മാത്രമേ കാര്യങ്ങൾ സംസാരിക്കാവൂ. നമ്മുടെ തെറ്റായ സംസാരം കാരണം ആളുകൾ അകലാനോ ബന്ധങ്ങൾ പിരിയാനോ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പാടില്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇക്കാലഘട്ടത്തിൽ പരസ്പരമുള്ള സംസാരങ്ങൾ മാത്രമല്ല, നമ്മുടെ എല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നമ്മൾ ഇടപെടുന്ന ഇടപാടുകൾ, നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ആലോചിച്ചിട്ടാവണം എന്നാണ്. കാരണം നിമിഷ നേരം കൊണ്ട് ധാരാളം ആളുകളിലേക്ക് എത്തുന്ന കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, ചില ആളുകളുണ്ട്
എല്ലാ ആളുകളോടും അവന്റെ ആളുകളാണ്. ഒരാളോട് രണ്ട് ആളുകൾ തെറ്റി നിൽക്കുന്നു, ആ തെറ്റി നിൽക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് അയാൾ വരുന്നു, അയാളുടെ കുറ്റം മറ്റാളുടെ കുറ്റം എന്നോട് പറയുന്നു. അപ്പൊ ഞാൻ എന്താണ് ചെയ്യുക? യഥാർത്ഥത്തിൽ പറയുന്ന ആളുടെ അടുത്താണ് തെറ്റ്. ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ്? ആരെ പറ്റിയാണ് അവൻ കുറ്റം പറഞ്ഞത്, അവനെ പറ്റി രണ്ടു കുറ്റം എനിക്കറിയുന്നുണ്ടെങ്കിൽ അതുകൂടി ഇവനോട് പറഞ്ഞ് ഇവനെ തൃപ്തിപ്പെടുത്തുന്ന അവസ്ഥ പല ആളുകളിലും കണ്ടുവരുന്ന കാര്യമാണ്. നേരെ മറിച്ച് മറ്റുള്ളവന്റെ അടുത്ത്, മറ്റേ കൂട്ടരുടെ അടുത്ത് ചെന്നാലോ അവരുടെ ആളായി പിന്നെ ഞാൻ മാറുകയാണ്, ഇവന്റെ കുറ്റം അവിടെയും പറയും. അങ്ങനെ രണ്ടാളുകളെയും തെറ്റി നിൽക്കുന്ന ആളുകളെ അങ്ങേയറ്റം അകറ്റുന്ന ആളുകളായി നമ്മുടെ സംസാരത്തിലൂടെ മാറിപ്പോകുന്നു എന്നുള്ളത് വസ്തുതയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്വലാത്ത് മറന്നു പോകാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലണം, കരുതിയാ പോരാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്ന മിൻ ശർരിൻ നാസ് ദൽ വജ്ഹൈൻ, മനുഷ്യരിലെ മോശപ്പെട്ട ആളുകൾ ദ്വിമുഖരായിട്ടുള്ള ആളുകളാണ്. ഒരാളുടെ അടുത്തൊരു മുഖം, മറ്റൊരാളുടെ അടുത്ത് വേറെ മുഖം. ഒരാളുടെ അടുത്ത് ഒരു രൂപത്തിലും മറ്റൊരാളുടെ അടുത്ത് വേറെ രൂപത്തിലും. എന്നാൽ ആരുടെ മുമ്പിലാണോ അയാൾക്കനുസരിച്ച്, അയാൾക്ക് ഫേവറായിട്ട്, അയാൾക്ക് അനുകൂലമായിട്ട്, അയാൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ സംസാരിക്കുക. എല്ലാ ആളുകളുടെയും ആളായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്നാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യുൽ മുസ്ലിമീന അഫ്ദൽ, മുസ്ലിങ്ങളിലെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ആരാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റുള്ള ആളുകൾ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും, അവന്റെ നാവിനാലും അവന്റെ കൈയിനാലുമുള്ള ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതരാണെങ്കിൽ അവനാണ് മുസ്ലിങ്ങളിലെ അഫ്ദലായവൻ, ശ്രേഷ്ഠരായവൻ എന്ന്. മറ്റൊരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കാൻ, ഒരാൾ അൻസാരിയായ ഒരാൾ വന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞ് അയാൾ ചോദിച്ച കാര്യം, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ദൽ, പ്രവാചകരെ മുഅ്മിനീങ്ങളിലെ ശ്രേഷ്ഠനാരാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, അവരിൽ ഏറ്റവും സൽസ്വഭാവികളായിട്ടുള്ള ആളുകൾ. സൽസ്വഭാവം എന്താണ്? നാവുകൊണ്ട് ആരെയും ഉപദ്രവിക്കൂല അവൻ, നാവുകൊണ്ട് അവൻ ചീത്ത പറയൂല, അവൻ പരിഹസിക്കുകയില്ല, അവൻ പരദൂഷണം പറയുകയില്ല, അവൻ ഏഷണി പറയുകയില്ല, അവൻ. അതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, മൻ യൽമൻ ലി മാ ബൈന ലഹ്യഹി വമാ ബൈന റിജ്ലൈഹി അമ്മൻ ലഹുൽ ജന്ന, നാവിന്റെയും ഗുഹ്യാവയവത്തിന്റെയും കാര്യത്തിൽ അല്ലാഹു തആല വിധിച്ചത് മാത്രമേ, അല്ലാഹു തആല അനുവദിച്ചതിൽ മാത്രമേ അത് ഉപയോഗിക്കൂ എന്ന് ഒരാൾക്ക് എനിക്ക് ഉറപ്പ് നൽകാൻ സാധിച്ചാൽ അവന് ഞാൻ സ്വർഗം ഉറപ്പ് നൽകും. ലൈംഗിക വിശുദ്ധി ഒരാൾക്കുണ്ടെങ്കിൽ, നാവ് വിശുദ്ധി ഒരാൾക്കുണ്ടെങ്കിൽ, സംസാരത്തിൽ വിശുദ്ധി ഒരാൾക്കുണ്ടെങ്കിൽ അവന് ഞാൻ സ്വർഗം ഉറപ്പു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രൂപത്തിൽ മുഅ്മിനീങ്ങളിലെ ശ്രേഷ്ഠരായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചുരുക്കി ഉപദേശിക്കണമെന്ന് പറഞ്ഞ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളാണ്. അതിലൊന്ന്, നീ നമസ്കരിക്കുകയാണെങ്കിൽ നിന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയിൽ നീ നമസ്കരിക്കണം. 2, നാളെ ക്ഷമ ചോദിക്കേണ്ട ഒരവസ്ഥയിലുള്ള സംസാരങ്ങൾ നീ സംസാരിക്കരുത്. 3-ാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅജ്മിഉൽ യഅസ മിമ്മാ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക. ഉള്ളത് കൊണ്ട് ധന്യമായി ജീവിക്കാൻ ശ്രമിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുടെ ഇങ്ങനെ ചോദിച്ച് നടക്കുന്ന ആളുകൾ, എന്നാൽ അവന് കഴിവുണ്ടാകും, അധ്വാനിക്കാനുള്ള ശേഷി ഉണ്ടാകും, പക്ഷേ ഉദറൊന്നും ഉണ്ടാവില്ല, പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അവന് മറ്റുള്ള ആളുകളുടെ സഹായം കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു പൊറുതികേടുള്ള ആളുകൾ. അവരെപ്പോഴും സഹായം സ്വീകരിക്കുന്ന ആളുകളാണ്. എന്നാൽ ചില സമയത്ത് അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം കിട്ടിയ സമയത്ത് ആ സമയത്ത് അവർ മറ്റുള്ള ആളുകളെ സഹായിക്കാതിട്ടില്ലായിരുന്നു. സഹായം സ്വീകരിക്കാൻ മാത്രമുള്ള ആളുകൾ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കരുത് എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലുൽ മസ്അലതു ബി അഹദികും ഹത്താ യൽഖാ അല്ലാഹു വലൈസ ഫീ വജ്ഹി മുസ്അതു ലഹം. നിങ്ങൾ ഒരുവൻ യാചനയുടെ കാരണമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവന്റെ മുഖത്തൊരു മാംസവും ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന് പറഞ്ഞാൽ പ്രത്യേകത കാണും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കാണ്, അള്ളാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അന അമൽതുഹു അഹബ്ബനി അല്ലാഹു വഅഹബ്ബനി അന്നാസ്. പ്രവാചകരെ, ഒരു കാര്യം താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരിക. അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹും ഇഷ്ടപ്പെടണം, ജനങ്ങളും ഇഷ്ടപ്പെടണം. അള്ളാഹും ഇഷ്ടപ്പെടണം, ജനങ്ങളും ഇഷ്ടപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബകല്ലാഹ്. ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബകല്ലാഹ്. നീ ദുനിയാവിൽ വിരക്തി കാണിക്കുക, റബ്ബിന്റെ ഇഷ്ടം നിനക്ക് ലഭിക്കും. ദുനിയാവിൽ വിരക്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ, ദുനിയാവിലെ വിരക്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ സൗകര്യങ്ങളൊന്നും അനുഭവിക്കാതെ പള്ളിയിൽ കഴിഞ്ഞുകൂടാ എന്നല്ല അർത്ഥം. ദുനിയാവിൽ വിരക്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമായ മാർഗത്തിൽ എന്ത് കിട്ടിയാലും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കലാണ്. ഹറാമായ മാർഗത്തിൽ എന്ത് കിട്ടിയാലും, അത് കിട്ടും ഇത് കിട്ടും, എത്ര കിട്ടിയാലും എന്ത് കിട്ടിയാലും വേണ്ട എന്ന് തീരുമാനിക്കലാണ് ഇസ്ഹാദ് ഫി ദുനിയ. അങ്ങനെ നീ തീരുമാനിച്ചാൽ യുഹിബ്ബകല്ലാഹ്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ഹദ് ഫീമാ ഫീ ഐദിൻ നാസ് യുഹിബ്ബകന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നീ ആഗ്രഹിക്കാതിരിക്കുക. ഒരാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ച് നമ്മളോട് ഇങ്ങനെ സഹായം ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അയാളെ കാണുമ്പോൾ ഒരു വെറുപ്പുണ്ടാകും, സ്വാഭാവികമാണ്. ജനങ്ങളുടെ ഒരു പ്രകൃതി അതാണ്, അല്ലെ? ഒരാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ, അള്ളാഹുവിനോട് ഒരാൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്നാൽ അടിമകളോട് ഒരാൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ അയാളെ കാണുമ്പോൾ വെറുപ്പാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസ്ഹദ് ഫീമാ ഐദിൻ നാസ് യുഹിബ്ബകന്നാസ്. ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നീ ആഗ്രഹിക്കാതിരിക്കുക, നീ പ്രതീക്ഷിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരും നിന്നെ ഇഷ്ടപ്പെടും. മറ്റേത് ഓനക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, അത് വരുന്നുണ്ട്, ഇങ്ങനെ അല്ലേ, ആ രൂപത്തിലുള്ള സംസാരം ഉണ്ടാവും. നീ മറ്റുള്ള ആളുകളുടെ അടുക്കലുള്ളത് പ്രതീക്ഷിക്കരുത്, മറ്റുള്ള ആളുകളുടെ അടുക്കലുള്ളത് പ്രതീക്ഷിക്കരുത്, ആഗ്രഹിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ മറ്റുള്ള ആളുകളോ ഇത്തരം ആളുകൾ സഹായം ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തി സഹായിക്കുകയും ചെയ്യണം. എന്നാൽ നമ്മളോ മറ്റുള്ള ആളുകളുടെ കയ്യിലുള്ളതിനെ ആഗ്രഹിക്കാൻ പാടില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല, ചോദിച്ച് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ 3 കാര്യങ്ങൾ, ഈ 3 ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടത് അനിവാര്യമാണ്, നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ജീവിതത്തിൽ പകർത്തുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في غزة. اللهم انصر المسلمين في غزة. اللهم انصر المسلمين في كل مكان. اللهم أصلح أحوالنا وأحوال المسلمين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.